നമ്മളിപ്പോൾ ഇനി അടുത്തെടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒരു തന്നിരിക്കുന്ന ഫീൽഡ് കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്നാണ് ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ എങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യാം. ഇപ്പം നമുക്ക് എഫ് എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നു. F is equal to 4 plus 2xy I plus x square plus 3yj. അപ്പോൾ ഇതൊരു വെക്റ്റർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ അത് കാണാമല്ലോ, കാണാം. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ കൺസർവേറ്റീവ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇത്രയും ടേമിനെ ഞാൻ എം എന്ന് പറഞ്ഞെടുക്കുക. ഈ ടേമിനെ ഞാൻ എം എന്നും ഈ ടേമിനെ എൻ എന്നും എടുക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഡോ എം ബൈ ഡോ വൈ ചെയ്യും. ഞാൻ എടുക്കുന്ന രണ്ട് ടേം എന്ന് പറയുമ്പോൾ എമ്മും എന്നും ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഡോ എം ബൈ ഡോ വൈ ആദ്യം ചെയ്യും. ഡോ എം ബൈ ഡോ വൈ. ഞാൻ എടുക്കുന്ന ടേംസ് ഏതൊക്കെയാണ്? എമ്മും എന്നും. ഇതെന്ന് പറയുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിൻ്റെ വെക്റ്റർ ഫോമായത്. ഇത് വൈൻ്റെ അല്ലേ, വൈ കമ്പോണൻ്റ്. ഇത് എക്സ് കമ്പോണൻറ്റും ഇത് വൈ കമ്പോണൻറ്റും. അപ്പം ഞാൻ എന്ത് ചെയ്തു? എക്സ് കമ്പോണൻ്റ് എടുക്കുന്നത് കമ്പയർ ചെയ്യാൻ എടുക്കുന്നത് എൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ് കമ്പോണൻറ്റിനെ എടുത്തിട്ട് എക്സ് കമ്പോണൻറ്റിനെ എടുത്തിട്ട് ഡോ വൈ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഡോ 4 plus 2xy ബൈ ഡോ വൈ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 2x ആണ്. അതുപോലെ തന്നെ ഡോ എൻ ബൈ ഡോ എക്സ് ആണ്. ഞാൻ അടുത്ത വൈ കമ്പോണൻ്റ് എടുത്തു, എന്നിട്ട് വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻസ് എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ എക്സ് വെച്ച് ഡിറൈവ് ചെയ്യുക. അപ്പോൾ എക്സ് വെച്ച് ഡിറൈവ് ചെയ്യുമ്പോൾ 2y കിട്ടും അല്ലേ? എക്സ് വെച്ച് ഡിറൈവ് ചെയ്യുമ്പോൾ n അല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 3y. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 2x. അപ്പോൾ കണ്ടോ, ഇത് കണ്ടോ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. ഇത് രണ്ടും ഈക്വൽ ടു 2x ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. കണ്ടോ? ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കും. ഒരു മെത്തേഡും കൂടെ ഉണ്ട്. ഞാൻ ആ മെത്തേഡും കൂടെ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡെൽ ക്രോസ് എഫ്. നമ്മൾ മറ്റേ കേള് കണ്ടുപിടിക്കത്തില്ലേ, കേള്, ഡെൽ ക്രോസ് എഫ്. നേരത്തെ ഇതിൻ്റെ നമ്മൾ പഠിച്ചായിരുന്നു കേള്. അപ്പം അതിൻ്റെ അകത്ത് ഐ ജെ കെ എന്ന് എഴുതുക. ഐ കമ്പോണൻറ്റ്, എഫിൻ്റെ ഐ കമ്പോണൻറ്റ് എന്താ? 4 plus 2xy. ജെ കമ്പോണൻറ്റ് എന്താ? എക്സ് സ്ക്വയർ പ്ലസ്, ആദ്യം നമ്മൾ സോറി തെറ്റിപ്പോയി. ഡെൽ ക്രോസ് എഫ് അല്ലേ? ഡെൽ ക്രോസ് എഫ് വരുമ്പം ആദ്യം എഫ് ആണോ എഴുതണ്ടേ, ഡെല്ലാണോ എഴുതണ്ടേ? ഡെല്ലല്ലേ ആദ്യം എഴുതണ്ടേ. ഡെല്ലെന്ന് വെച്ചാൽ എന്നാ? ഡെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതല്ലേ ഡെൽ ഓപ്പറേറ്റർ. അപ്പം ഡെൽ ഓപ്പറേറ്ററിൻ്റെ ഐ കമ്പോണൻറ്റിൻ്റെ കൂടെ ആരാ? ഡോ ബൈ ഡോ എക്സ്. ജെ കമ്പോണൻറ്റിൻ്റെ കൂടെ ഡോ ബൈ ഡോ വൈ. കെ കമ്പോണൻറ്റിൻ്റെ കൂടെ ഡോ ബൈ ഡോ ഇസഡ്. ഓക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? എഫക്ടർ എഴുതാം. എഫിൻ്റെ അകത്ത് ഐ കമ്പോണൻറ്റിൻ്റെ കൂടെ ആരാ? 4 plus 2xy. ജെ കമ്പോണൻറ്റിൻ്റെ കൂടെ
എക്സ് സ്ക്വയർ പ്ലസ് 3y. കെ കമ്പോണൻ്റ് ഉണ്ടോ? കെ കമ്പോണൻ്റ് നിങ്ങളവിടെ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനർത്ഥം തന്നെ 0. 1 ഒന്നും ഇട്ട് വെച്ചേക്കല്ലേ, 0 ആണ്. ഇനി നമുക്ക് എങ്ങനെയാ ഐ എടുക്കാം. ഐ എടുത്തു കഴിഞ്ഞാൽ ബാക്കി മിച്ചമുള്ളത് എന്താ? ഇത്ര ഈ സ്ക്വയറാണ്, അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഇൻറ്റു 0 മൈനസ് ഡോ ബൈ ഡോ ഇസഡ് എക്സ് സ്ക്വയർ പ്ലസ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 3xy. പിന്നെ ജെക്ക് മൈനസ് ജെ. നമുക്കിത് ഡയറക്റ്റ് ചെയ്തു പോയാലോ ഈ ജെയുടെ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ. ഇത് രണ്ടും എടുത്തു, ബാക്കി മിച്ചമുള്ള ഏതാ? ഇതും അല്ലേ? ജെ എടുത്തു കഴിഞ്ഞാൽ ജെ മറിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഉള്ളത്? ജെ മറിച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇതും അല്ലേ? അപ്പം ആദ്യം എന്ത് ചെയ്യാം? ഇതും മൾട്ടിപ്ലൈ ചെയ്യാം. ഇതും മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് പറ്റും? 0 ആയിപ്പോവും അല്ലേ? 0 ഇൻറ്റു എനിത്തിങ് 0 ആയിപ്പോവും. മൈനസ് എന്നിട്ട് ഇതേ ഇൻറ്റു ഇത്. ഇവിടെ ഡോ ബൈ ഡോ ഇസഡ് അല്ലേ? ഡോ ബൈ ഡോ ഇസഡ്. ഇവിടെ ഇസഡ് ടേം എന്തെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ഇസഡ് ടേം എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. ഇസഡ് ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ? ഇതെല്ലാം കോൺസ്റ്റൻ്റ് അല്ലേ? കോൺസ്റ്റൻറ്റിനെ ഡിറൈവ് ചെയ്ത് എന്ത് പറ്റും? 0 ആയിപ്പോവും. 0. ഇനി കെ എടുത്തു. കെ എടുത്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെയുണ്ട്? ഇത്രയും സാധനമുണ്ട്. ഡോ ബൈ ഡോ എക്സ്. ആദ്യത്തെ ടൈം എന്താ? എക്സ് സ്ക്വയർ പ്ലസ് 3y അല്ലേ? ഡോ ബൈ ഡോ എക്സ്. ഇത് ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം എക്സ് സ്ക്വയർ പ്ലസ് 3y എന്നാണ് പറയുന്നത്. ഈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിനെ ഡിറൈവ് ചെയ്താൽ എന്ത് കിട്ടും? 2x അല്ലേ? പ്ലസ് 3yനെ ഡിറൈവ് ചെയ്താലോ? അവിടെ കോൺസ്റ്റൻ്റ് ആരാ? 3y ആ. 3യും yയും കോൺസ്റ്റൻ്റാണ്. അപ്പോൾ എന്ത് പറ്റും? 0 ആയിപ്പോവും. അപ്പോൾ ആ ടേമില്ല. ഓക്കെ. ഇനി മൈനസ് ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. ഡോ ബൈ ഡോ വൈ 4 + 2xy. 4 + 2xyനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനെ 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 4നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എന്ത് പറ്റും? 4 എന്ന് പറഞ്ഞ ടേം എന്താ? കോൺസ്റ്റൻ്റാണ്. കോൺസ്റ്റൻറ്റിനെ ഡിറൈവ് ചെയ്താൽ 0 ആയിപ്പോവും. അപ്പം 0. അപ്പോൾ അത് എഴുതണ്ട. ഇനി 2 + xy ഡിറൈവ് ചെയ്താൽ എന്ത് കിട്ടും? അവിടെ ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റിനെ അങ്ങോട്ട് മാറ്റി എഴുതി വയ്ക്കും. 2x. അവിടെ വൈ ടേം ഉണ്ട്. കോൺസ്റ്റൻറ്റ് മാത്രമായിരുന്നെങ്കിൽ 0 ആയിപ്പോയിനെ. അവിടെ പക്ഷേ ഇവിടെ ഒരു വൈ ടേം ഉണ്ട്. വൈ ടേം ഉള്ളതുകൊണ്ട് വൈനെ ഡിറൈവ് ചെയ്താൽ എന്ത് പറ്റും? 1. അപ്പോൾ വൈ പോവും. വൈ 1 ആവും. അപ്പോൾ 1 × 2x എന്തായിരിക്കും? 2x. ഇനി നമുക്ക് ഈ ഐഡിയ ഇവിടെ ചെയ്യാം. ഐഡിയ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ചെയ്തില്ല. ഡോ ബൈ ഡോ വൈ ഇൻറ്റു 0 ആയിപ്പോവും. മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3y. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 3y. ഈ എക്സ് സ്ക്വയർ പ്ലസ് 3y എന്ന് പറഞ്ഞ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ഡിറൈവ് ചെയ്യാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ടേം ഉണ്ടോ ഈ എക്സ് സ്ക്വയർ പ്ലസ് 3yയിൽ? ഇല്ല. അതിൻ്റെ അർത്ഥം അപ്പം എന്ത് പറ്റും? ഇതെല്ലാം കോൺസ്റ്റൻറ്റിനെ ഡിറൈവ് ചെയ്താൽ 0 ആയിപ്പോവും. 0 മൈനസ് 0 - 0 എന്താ? 0. j × 0 എന്തായിപ്പോവും? 0. k + k × 0 അല്ലേ? ഒരു j എടുത്താൽ ഇപ്പോൾ കണ്ടോ? ഇത് മൊത്തം 0 ആയിപ്പോയില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഡെൽ ക്രോസ് ഓഫ് 0 ആണ് അല്ലേ? ഡെൽ ക്രോസ് ഓഫ് 0 ആണെങ്കിൽ അതൊരു കൺസർവേറ്റീവ് ഫീൽഡാണ്. ഡെൽ ക്രോസ് ഓഫ് 0 ആണെങ്കിൽ അതൊരു കൺസർവേറ്റീവ് ഫീൽഡാണ്. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് കുറച്ച് കൂടെ മനസ്സിലാകും. അടുത്തൊരു ക്വസ്റ്റ്യൻ. എഫ് വെക്റ്റർ ഈക്വൽ ടു YZi പ്ലസ് XZj പ്ലസ് XYk. ഓക്കെ, ഇതാണ് നമ്മളുടെ വെക്റ്റർ. നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മളിവിടെ ഏതൊക്കെ ആദ്യം നമ്മൾ നോക്കുക, ഏതൊക്കെ നമുക്ക് കമ്പയർ ചെയ്യണം. ഞാൻ വിചാരിക്കുക ഇതിനെ ഞാൻ എം എന്ന് വിളിച്ചു, ഇതിനെ N എന്നും ഇതിനെ P എന്നും വിളിച്ചു. ഓക്കെ, MNP. ഈ YZ ടേമിനെ MN എന്ന് വിളിച്ചു, M എന്ന് വിളിച്ചു. XZ ടേമിനെ N എന്ന് വിളിച്ചു. XY ടേമിനെ P എന്നും വിളിച്ചു. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്യാനായിട്ട് നേരത്തെ നമ്മൾ ഇതും കമ്പയർ ചെയ്തത് അല്ലേ? ഈ പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാം?
എമ്മും പിയും കമ്പയർ ചെയ്യാം. എമ്മും പിയും കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഡോ എം ബൈ എമ്മും പിയും അല്ലേ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എം എഴുതുമോ? ഡോ എം ബൈ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാ? പി യു ആയിട്ട്. അപ്പോൾ പി ഏതിൻ്റെ എന്തുവാ വെക്ടറാണ്? മീൻസ് പി എന്ന് പറഞ്ഞ ടേം ഏതിൻ്റെ വെക്ടറാണ്? മീൻസ് എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഏതിൻ്റെ വെക്ടറാണ്? പി ഇസഡിൻ്റെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡോ ബൈ ഇസഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. പി എന്ന് പറഞ്ഞാൽ കെ അല്ലേ, എന്താ വെക്ടർ കെ അല്ലേ. വെക്ടർ കെ എന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷനാണ്? ഇസഡ് ഡയറക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഡോ ബൈ ഡോ ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പം ഡോ ബൈ ഡോ ഇസഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ ഇസഡ് ബൈ ഡോ ബൈ ഡോ ഇസഡ്. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്ന വൈ എന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇനി ഡോ പി എടുക്കുന്നത്. ഡോ പി നമ്മൾ ഡോ പി അതിനെ എടുക്കുന്നത് കമ്പയർ ചെയ്യുന്നത് ഡോ പി ആയിട്ടാണ്. ഡോ പി ആരുമായിട്ടാണ് കമ്പയർ ചെയ്യാൻ വെച്ചത്? എമ്മു ആയിട്ടല്ലേ. എം ആരുടെ കൂടെയാ? ഐയുടെ കൂടെ അല്ലേ. ഈ ഐ എന്ന് പറയുന്നത് ഏത് ഡയറക്ഷനാ? എക്സ് ഡയറക്ഷൻ അല്ലേ. അപ്പം നമ്മൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു ആരിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. കമ്പയർ ചെയ്യുന്ന ആരാണോ അവരെ വെച്ച് വേണം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. മീൻസ് ഓപ്പോസിറ്റ്, മീൻസ് അവരെ തന്നെ, മീൻസ് വൈ ഇസഡ് വെച്ചിട്ട് ഇപ്പം എം എടുത്തിട്ട് ഒരിക്കലും ഡോ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ഇല്ല. എം വെച്ച് ആരെയാണോ കമ്പയർ ചെയ്യാൻ പോകുന്നത് അവരെ വെച്ചിട്ട് വേണം നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഡോ പി ബൈ ഡോ എക്സ്. അപ്പോൾ ഡോ പി എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഡോ പി എന്ന് പറയുമ്പോൾ എക്സ് ബൈ ഡോ എക്സ്. കണ്ടോ, ഇതിൻ്റെ ആൻസർ വൈ എന്ന് പറഞ്ഞു. കണ്ടോ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസർവേറ്റീവ് ഫീൽഡ്. ഇനിയും ഇത് തന്നെ നിങ്ങൾ ഡെൽ ക്രോസ് എഫ് കേൾ വെച്ച് നോക്കിയാലും ഇത് എന്താ കേൾ ഈക്വൽ ടു 0 ആയിരിക്കും കിട്ടുന്നത്. കേൾ ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു കൺസർവേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇനിയും ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ സ്കേലാർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറയും. സ്കേലാർ പൊട്ടൻഷ്യൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. എഫ് വെക്റ്റർ e raised to yi plus x into e raised to yj. Show that f vector is conservative. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഷോ ദാറ്റ് എഫ് വെക്റ്റർ ഈസ് കൺസർവേറ്റീവ്. ഇനി രണ്ടാമത്തെ ഫൈൻഡ് ദ സ്കേലാർ പൊട്ടൻഷ്യൽ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ദ സ്കേലാർ പൊട്ടൻഷ്യൽ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ evaluate the work done by the evaluate the work done ഇതാണ് evaluate the work done on a particle that moves along a semicircular path 1,0 to -1,0. അപ്പം നമുക്ക് സെമി സർക്കുലർ പാത്തിൻ്റെ പോയിൻ്റാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം എന്താ നമ്മളുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്നാ? കൺസർവേറ്റീവ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനാ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? കൺസർവേറ്റീവ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാം. അപ്പം ഇവിടെ എമ്മും എന്നും മാത്രമേ ഉള്ളൂ അല്ലേ. എമ്മും എന്നും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആദ്യം ഡോ എം ബൈ ഡോ വൈ കണ്ടു. ഡോ ബൈ എക്സ് ഇ റേസ് ടു വൈ ഡിവൈഡ് ബൈ ഡോ വൈ ഈക്വൽ ടു ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ എക്സ് ഇ റേസ് ടു വൈ അല്ലേ. അതുപോലെ തന്നെ ഡോ എൻ ബൈ ഡോ എക്സ്. ഡോ എം എന്ന് പറയുമ്പോൾ ഇ റേസ് ടു വൈ അല്ലേ. ഡോ എം എന്ന് പറയുമ്പോൾ ഇ റേസ് ടു വൈ അല്ലേ. ഇ റേസ് ടു വൈ ഈക്വൽ ടു ഇ റേസ് ടു വൈ തന്നെ കിട്ടും. ഇനി ഡോ എൻ എന്ന് പറയുന്നത് ഡോ ബൈ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ ബൈ ഡോ എക്സ്. അപ്പം ഇതിൻ്റെ ആൻസർ ഇ റേസ് ടു വൈ. ഇപ്പോൾ രണ്ടിൻ്റെ ആൻസർ ഇ റേസ് ടു വൈ ആണ് വന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ
ഡോ എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ. അപ്പം ഇത് രണ്ടും എന്താ ഈക്വൽ ആയതുകൊണ്ട് കൺസർവേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ഗ്രേഡിയൻ്റ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് കാണും. സ്കേലാർ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് അല്ല എന്താ ഗ്രേഡിയൻ്റ് ഒക്കെ തന്നെയാണ്. സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണണം. സ്കേലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ നിങ്ങൾ ആദ്യം ഗ്രേഡിയൻ്റ് പഠിച്ച ഓർമ്മയുണ്ടോ? ഗ്രേഡിയൻ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഡെൽഫൈ. ഗ്രേഡിയൻ്റ് ഡെൽഫൈ ഓർക്കുന്നുണ്ടോ? ഡെൽഫൈ ഗ്രേഡിയൻ്റ്. അപ്പോൾ നമുക്കിവിടെ എഫ് ഉണ്ട്, നമുക്ക് ഈ ഡെല്ല് കാണണം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് ചോദ്യം. ഈ സ്കേലാർ പൊട്ടൻഷ്യൽ എന്ന് വന്നില്ലേ, ഈ ഫൈ ആണ് സ്കേലാർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ചെയ്തു എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. എഫ് ഈക്വൽ ടു ഡെൽ ഫൈ. എന്നിട്ട് എഫ് എന്താണെന്ന് നമുക്കറിയാം. ഇ റേസ് ടു വൈ ഐ പ്ലസ് എക്സ് ഇ റേസ് ടു വൈ ജെ ഈക്വൽ ടു ഡെൽ ഫൈ എന്താ? ഡെൽ എന്താ? ഡെൽ എന്ന് പറയുന്നത് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഇതല്ലേ ഡെല്ല്. ഡെൽ ഫൈ എന്ന് പറയുന്നത് എന്താ? ഇത് ഡെൽ എന്ന് പറയുന്നത് ഇതാണ് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ. ഡെൽ ഫൈ എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാം ഒരു ഫൈ വരും. ഇതാണ് സ്കേലാർ. നമ്മൾ ഗ്രേഡിയൻ്റ് കാണാൻ പഠിച്ചില്ലേ? ഗ്രേഡിയൻ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ എന്ന് പറയും. ഇവിടെ ഐയും ജെയും മാത്രം ഉള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഐയും ജെയും വരെ എഴുതിയത്. ഇല്ലെങ്കിൽ കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കെയും കൂടെ ഉൾപ്പെടുത്തിയേനെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഐയും ഉള്ള കമ്പൗണ്ട്സിനെ ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ സെയിം ആയിട്ട് വരുന്നത് ഐയും കമ്പൗണ്ട്സ് ആണല്ലോ. അപ്പം ഐയും ഇ റേസ് ടു വൈ ഈക്വൽ ടു ഡെൽ ഫൈ ബൈ ഡെൽ എക്സ്. സോറി, ഡെൽ അല്ലല്ലോ, ഡോ ഫൈ ബൈ ഡോ എക്സ്. ഇ റേസ് ടു വൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഇ റേസ് ടു എക്സിനെ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. അപ്പം എന്ത് ചെയ്തു? ഡെൽ ഫൈ ഈക്വൽ ടു ഇ റേസ് ടു വൈ ഇൻറ്റു ഡോ എക്സ്. ഡോ ഫൈ ഈക്വൽ ടു ഇ റേസ് ടു വൈ ഇൻറ്റു ഡോ എക്സ്. എന്നിട്ട് രണ്ട് സൈഡ് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽ ഫൈ ഡോ ഫൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? ഫൈ കിട്ടും. ഇ റേസ് ടു വൈ കോൺസ്റ്റൻ്റാണ്, പുറത്ത് എഴുതി, ഇൻറ്റു ഡെൽ ഡോ എക്സിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? എക്സ്. ഒരു ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വരത്തില്ലേ? അപ്പോൾ ഒരു സി എന്ന് പറഞ്ഞ് കോൺസ്റ്റൻറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഇനി നമുക്ക് അടുത്ത ജെ കമ്പോണൻറ്റും എടുത്ത് ഇതുപോലെ തന്നെ ഈ സെയിം സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഐ കമ്പോണൻറ്റ് തുടച്ചിട്ട് അവിടെ ജെ കമ്പോണൻറ്റ് ഇരിക്കുകയാണേ. എക്സ് ഇ റേസ് ടു വൈ ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ. അത് പറയുമ്പോൾ ഡോ ഫൈ ഈക്വൽ ടു എക്സ് ഇ റേസ് ടു ബൈ ഡോ വൈ. എന്നിട്ട് രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഡോ ഫൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഫൈ കിട്ടും. എക്സ് വൈ ഇ റേസ് ടു വൈ. എക്സ് വൈ ഇ റേസ് ടു വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അത് എക്സ് ഇൻറ്റു എക്സ് കോൺസ്റ്റൻറ്റ് എടുത്ത് പുറത്ത് എഴുതി. ഇ റേസ് ടു വൈനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു വൈ തന്നെ. എന്നിട്ട് ഒരു പ്ലസ് സി കോൺസ്റ്റൻറ്റ്. ഇവിടെ കണ്ടോ, രണ്ടിടത്തും എക്സ് ഇ റേസ് ടു വൈ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഫൈനൽ ഫൈ എന്ന് പറയുന്നത് എക്സ് ഇ റേസ് ടു വൈ പ്ലസ് സി. ഇതാണ് നമ്മുടെ ഫൈനൽ ഫൈ വരുന്നത്. ഇതാണ് നമ്മളുടെ ഫൈ വരുന്നത്. നമുക്കിനി എന്താണ്? ബർഡൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്.
വർക്ക് ഡൺ. നമുക്കിപ്പോൾ 5 കിട്ടി. 5 എന്ന് പറയുമ്പോൾ എക്സ് ഇ റേസ് ടു വൈ പ്ലസ് സി ആണ്. നമുക്കിനി വർക്ക് ഡൺ കാണാൻ ചോദിച്ചിട്ടുണ്ട്. ഈ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്നാ? W ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ അല്ലേ? ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ അല്ലേ നമ്മളുടെ വർക്ക് ഡൺ. അപ്പം ഈ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്ന സാധനം ഇതല്ലേ? ഇ റേസ് ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു വൈ ഡി വൈ അല്ലേ? എഫ് ഡോട്ട് ഡി ആർ. എഫ് എഴുതി എന്നിട്ട് ഡി ആറുമായിട്ട് ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതല്ലേ കിട്ടുന്നത് അല്ലേ? ഞാൻ ഇനി എഴുതി കാണിക്കണോ? എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇ റേസ് ടു വൈ ഐ പ്ലസ് എക്സ് ഇ റേസ് ടു വൈ ജെ. ഡി ആർ എന്ന് വെച്ചാൽ എന്താണ്? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ. ആർ എന്ന് വെച്ചാൽ എന്താണ്? ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ അല്ലേ? ഇവിടെ ജെ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജെ വരെ എഴുതിയത്. മനസ്സിലായോ? എന്നിട്ട് ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടും? ഡോട്ട് ചെയ്താൽ ഇ റേസ് ടു വൈ ഡി എക്സ് പ്ലസ് എക്സ് ഇ റേസ് ടു വൈ ഡി വൈ അല്ലേ? ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതല്ലേ കിട്ടുന്നത് അല്ലേ? നിങ്ങൾ നോക്കിയിട്ട് പറ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഡോട്ട് ഡി ആർ കിട്ടി അല്ലേ? ഈ കിട്ടിയ സാധനം നമ്മൾ ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് ഈ 5 അറിയാം. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഈ 5 ആയിരിക്കും. മീൻസ് അത് ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ 5ലോട്ട് എത്തും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ ഈ ഓൾറെഡി ഈ 5 കിട്ടിയോണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 5ൻ്റെ അകത്തോട്ട് തന്നെ ഈ ഇത്രയും പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഈ 5ലോട്ട് അങ്ങ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഇവിടുത്തെ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1,0യും അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ -1,0യും അല്ലേ? ലോവർ ലിമിറ്റ് 1,0യും അപ്പർ ലിമിറ്റ് -1,0യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ 5ക്കകത്തോട്ട് ഇത് കൊടുത്തു. 5 അപ്പർ ലിമിറ്റ് -1,0 -5 1,0. നമ്മളുടെ 5 എന്ന് വെച്ചാൽ എന്താണ്? 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ. ഇവിടെ ഒരു പ്ലസ് സി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ഉണ്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്യണ്ട, അതങ്ങ് വിട്ടേക്ക്. നമ്മൾ ഈ ഇത്രയും ടൈം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ -1,0 എന്ന് പറഞ്ഞ സാധനം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതിന്. അപ്പോൾ എക്സിന് -1 കൊടുക്കുക. -1 ഇൻറ്റു ഇ റേസ് ടു വൈ. വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പം ഇ റേസ് ടു 0 -5. ഇനി 1,0 കൊടുക്കുക. എക്സിന് 1 കൊടുക്കുക, വൈക്ക് 0 കൊടുക്കുക. ഇ റേസ് ടു 0. അപ്പോൾ നമ്മളുടെ ആൻസർ വരുന്നത് ഇ റേസ് ടു 0. എനിത്തിങ് റേസ് ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. എനിത്തിങ് റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇ റേസ് ടു എന്നല്ല.